പക്ഷെ ന്യൂനപക്ഷം വർഗീയതയുടെ തോളിൽ കൈവച്ചാണ് അത് കേരളത്തിലെ അപകടമാണ്. ശ്രീകുമാർ രാഹുലിന്റെ വിജയമൊക്കെ കൊള്ളാം, പക്ഷേ ഈ വർഗീയതയെ പുൽകിക്കൊണ്ടാണ് ഇത്തരമൊരു വിജയം നേടിയതെന്ന് ആ SDPയുടെ പിന്തുണ വേണ്ട എന്ന് പറയുകയായിരുന്നുവെങ്കിൽ ഈ വിജയത്തിന് കുറച്ചുകൂടി തിളക്കം ഉണ്ടാകുമായിരുന്നുവല്ലോ. പക്ഷെ എന്തുകൊണ്ട് അതിന് തയ്യാറായില്ല? അത് മാത്രമല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് UDF നേതാക്കളുമായിട്ട് പിന്തുണയെപ്പറ്റി ചർച്ച നടത്തിയെന്ന് വരെ SDPI നേതാക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് LDFന് ആ ഒരു ബലം നൽകുന്നത്. SDPI വോട്ടുകൾ കൂടി ചേർത്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ജയിക്കാൻ കഴിഞ്ഞത് എന്ന്. LDFും BJPയും തോറ്റിട്ട് അവർ പറയുന്ന ന്യായങ്ങൾ ഏത് വോട്ടറാണ് കേൾക്കുക? തോറ്റവന് ഓരോ ന്യായീകരണം പറയുക, അതല്ലാണ്ട് അതിൽ വേറെ ഒരു ഗൗരവമില്ല. 2 ദിവസം മുമ്പ് ഈ ചർച്ചയിൽ ഇവരെന്താ പറഞ്ഞേ? BJP പറഞ്ഞു UDF 3-ാം സ്ഥാനത്ത്, LDF പറഞ്ഞു ഞങ്ങൾ 1-ാം സ്ഥാനത്ത് എന്നൊക്കെ പറഞ്ഞതല്ലേ. എന്നിട്ടിപ്പോൾ എന്തായി? ഇതൊക്കെ ഈ ചർച്ച തുടരുമ്പോൾ തന്നെ ഞാൻ ഒരു കാര്യം എൻ്റെ മനസ്സിലുണ്ടായത് എന്താണെന്നറിയോ? പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ CPMനുണ്ടാക്കിയ പ്രശ്നങ്ങൾ, BJPയിലുണ്ടായ പ്രശ്നങ്ങൾ, അതാണ് ഇനി കേരള രാഷ്ട്രീയം കാണാൻ പോകുന്നത്. പാലക്കാട് BJPയെ 2-ാം സ്ഥാനത്ത് നിർത്താൻ CPM എന്താണ് ചെയ്തത് എന്നുള്ള ചർച്ച ഇനി വരും. കാരണം കോൺഗ്രസിനെ തോൽപ്പിക്കാനായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവസാനമെടുത്ത ആയുധം എന്താണ്? പാണക്കാട് തങ്ങൾക്കെതിരായ ആരോപണമല്ലേ, നീക്കമല്ലേ? പാണക്കാട് തങ്ങളെ എന്തിനാണ് അവസാനം ഈ തെരഞ്ഞെടുപ്പിലേക്ക് വേറൊരു രീതിയിൽ ജമാഅത്ത് ബന്ധമായിട്ട് വലിച്ചിഴച്ചു കൊണ്ടുവന്നത്? കാര്യം മനസ്സിലായല്ലോ. BJPയുടെ 2-ാം സ്ഥാനത്ത് നിന്ന് BJPയെ 1-ാം സ്ഥാനത്ത് എത്തിക്കാനാണെന്ന് UDF ആരോപിച്ചാൽ ഇവർക്ക് ഉത്തരവില്ല. 18,000-ത്തിലധികം എന്ന് വെച്ചാൽ 19,000-ഓളം വോട്ടുകൾക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചത്. കഴിഞ്ഞ തവണ എത്രയായിരുന്നു വോട്ടെന്ന് നമ്മളിവിടെ പറയേണ്ട കാര്യമില്ലല്ലോ. ഈ 18,000 വോട്ടും വർഗീയതയുടെ വോട്ടാണോ? ഈ 18,000 വോട്ടും SDPയുടെ വോട്ടാണോ? ഈ 18,000 വോട്ടും കോൺഗ്രസ് ഉണ്ടാക്കിയ എന്താണ് BJP ബാന്ധവോ അതിൻ്റെ വോട്ടാണോ? ഇത് വോട്ടർമാർ LDF ഗവൺമെന്റിനെതിരായി നടത്തിയ ആഞ്ഞു കുത്തലാണത്. എന്താ സംശയക്കാര്യത്തിൽ? അത് ചേലക്കര കണ്ടു നമ്മൾ. ചേലക്കര ഇന്ന് നിങ്ങൾ പറയണ്ടല്ലോ, ചേലക്കര വിജയിച്ചു, പിടിച്ചു നിർത്തി. എവിടെ പിടിച്ചു നിർത്തി എൻ്റെ മഞ്ജുഷേ? 12,000 വോട്ടെന്ന് വെച്ചാൽ ചേലക്കര എന്താ ഉള്ളത്? 39,000-ത്തിലധികം വോട്ടുകൾക്ക് കെ രാധാകൃഷ്ണൻ ജയിച്ച സ്ഥലത്ത് 12,000 എന്നപ്പോൾ എത്ര വോട്ട് കുറഞ്ഞു? 27,000 വോട്ട് എവിടെ പോയി ഇവരുടെ? അത് കാണാനില്ലേ? ചർച്ചകൾ തുടങ്ങിയിരിക്കുന്നത് താങ്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് മാത്രമല്ല, 2026-ൽ പിണറായി 3 അല്ലെങ്കിൽ LDF 3 അതിന്റെ ചർച്ചകളും തുടങ്ങിക്കഴിഞ്ഞു. അതൊരു തമാശയായിട്ട് കണക്കാക്കാം. അതായത് ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മുടെ ഇത് ചേലക്കരയിലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രിയും മന്ത്രിമാരും, അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പെന്ന് വെച്ചാൽ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇതുപോലെ നടത്തിയ പ്രചരണം വേറെ ഉണ്ടായിട്ടില്ല. ചേലക്കരയിൽ അവരുടെ അജണ്ട വേറെയായിരുന്നു, പാലക്കാട്ടെ പോലെ അല്ല. വയനാട് CPM തിരിഞ്ഞു നോക്കിയില്ലല്ലോ. പാലക്കാട് അവർ എത്ര കാര്യങ്ങൾ കൊണ്ടുവന്നൊന്നും ചർച്ചയാക്കുന്നില്ല. ചേലക്കരയിൽ മാത്രമേ ശ്രദ്ധിച്ചിട്ടുള്ളൂ. അവിടെ തല കുത്തി നിന്ന് വേർത്ത് പണിയെടുത്തിട്ട് കിട്ടിയത് 12,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ്. അവിടെ വോട്ട് കുറഞ്ഞു CPMന്, അവിടെ വോട്ട് കൂടി UDFന്, അവിടെ വോട്ട് ഷെയർ BJPയും വർദ്ധിപ്പിച്ചു. നിസ്സാര കാര്യമല്ലത്. ഈ CPMന്റെ ഈ കോൺഗ്രസ് വിരുദ്ധത മൂലം BJPയുടെ വോട്ട് ഷെയർ, വോട്ട് വിഹിതം കൂടി. ചേലക്കരയിലെ, പാലക്കാട് കൂടി. ഇതൊരു മനസ്സിലാക്കണം. ഈ CPMന്റെ ധാരണ കോൺഗ്രസിനെ എതിർത്താൽ കോൺഗ്രസ് തോൽക്കുകയും BJPയെ 2-ാം സ്ഥാനത്ത് എത്തിച്ച് അവർക്ക് 1-ാം സ്ഥാനത്ത് എത്താമെന്നൊക്കെ വ്യാമോഹം ഉണ്ടെന്ന് തോന്നുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് എൻ്റെ മഞ്ജുഷ നമുക്കത് ഇനി വിശദീകരിക്കേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ചേലക്കര, നമ്മൾ ഈ ന്യൂസ് 8ന്റെ തെരഞ്ഞെടുപ്പ് ഇത് ചർച്ച തുടങ്ങുമ്പോൾ ഒരു 1.5 മാസം മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു, അതായത് CPM ചർച്ച ചെയ്യുന്നത് ചേലക്കര മാത്രമാണ്. കാരണം പാലക്കാട് അവർക്ക് താല്പര്യമില്ല, വയനാട് അവർ തിരിഞ്ഞു നോക്കുന്നില്ല. ചേലക്കര പിടിച്ചു നിർത്തണം. എന്തിനാണെന്നറിയാമോ? ഭരണവിരുദ്ധ വികാരം ഇല്ലെന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അതിനവർക്ക് സഹായം നൽകിയത് 12,201 ഗോൾഡൻ വോട്ടുകളാണ്. ശ്രീ ലാൽകുമാർ,